വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം രാശിചക്രത്തിലെ 19ാമത്തെ നക്ഷത്രമായിട്ടുള്ള മൂലം നക്ഷത്രം. ആ മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ ഗുണങ്ങൾക്ക് വേണ്ടി സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും സ്ഥിരമായിട്ടുള്ള ഐശ്വര്യത്തിനും വേണ്ടി ഏതൊക്കെ ഗ്രഹങ്ങളെയാണ് ആരാധിക്കേണ്ടത്, ഏതേത് കാലത്ത് ഏതൊക്കെ ദേവതാ ഭജനമാണ് അവർക്ക് ഉത്തമമായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരും വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മൂലം നക്ഷത്രം രാശിചക്രത്തിൽ 19ാമത്തെ നക്ഷത്രം, ധനുരാശിയിലെ ആദ്യ നക്ഷത്രം. ധനുരാശിയുടെ അധിപതി വ്യാഴമാണ്. അതുകൊണ്ട് മൂലം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ സ്വാധീനം ഉണ്ടാകും, വ്യാഴവുമായി ബന്ധപ്പെട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും. അതുപോലെ നക്ഷത്രാധിപതി കേതുവാണ്. കേതുവിന്റെ ഗുണങ്ങളും പറയാം. വ്യാഴത്തിന്റെ ഗുണങ്ങളും കേതുവിന്റെ ഗുണങ്ങളും ഇഴചേർന്ന് അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. ചില ദോഷങ്ങളും ഉണ്ടാകാം. ഇനി ഈ നക്ഷത്രത്തെക്കുറിച്ച് അധികം നമ്മൾ ചിന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർ ഉദാര ഹൃദയരായിരിക്കും. എന്തും ആർക്കും കൊടുക്കാനൊക്കെ താല്പര്യമുള്ളവരായിരിക്കും. ഒരു കാര്യം ഏറ്റെടുത്താൽ വിശ്വാസത്തോടു കൂടി അത് പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമകളുമായിരിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. അതിനോട് ബഹുമാനം, നേതൃശീലത്വം, ആജ്ഞാശക്തി, ഉപദേശിക്കുവാനുള്ള കഴിവ്. ആജ്ഞാപിക്കാൻ മാത്രമല്ല, ഏത് കാര്യത്തിനും അന്യരോട് ഇടപെട്ട് അവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഉപദേശിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. അത് വ്യാഴത്തിനുള്ളതാണ്. ഒരു ഗുരുവിന്റെ സ്ഥാനം, ആചാര്യത്വം. വ്യാഴത്തിന്റെ രാശി ജനിച്ചവർക്കെല്ലാം പൊതുവെ ഉള്ളൊരു സ്വഭാവമാണ്. അത് ഈ മൂലം നക്ഷത്രക്കാർക്ക് അല്പം അധികരിച്ചു. അതുപോലെ ഇവർ പാരമ്പര്യമായി കേതുവിന്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ പാരമ്പര്യ കാര്യങ്ങളിൽ വിശ്വാസമുള്ളവരായിരിക്കും. പക്ഷെ അത് അന്ധവിശ്വാസമായിരിക്കത്തില്ല. പ്രായോഗികമായ വിശ്വാസങ്ങൾ അവർക്കുണ്ടായിരിക്കും. എല്ലായ്പ്പോഴും സന്തോഷമായിട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. താനും തൻ്റെ കൂടെ ഉള്ളവരും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമുള്ളവരുമായിരിക്കും. ആത്മനിയന്ത്രണം ഉണ്ടാകും. നിയമത്തെ മറികടക്കുവാനോ നിലവിലുള്ള നിയമങ്ങളെ വെല്ലുവിളിക്കാനോ ഒന്നും അവർ പോകത്തില്ല. നിയമം പാലിച്ചും ആ നിയമത്തെ മാനിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. പൊതുകാര്യങ്ങളിൽ ഇടപെടാൻ താല്പര്യമുള്ളവർ, അത് വിജയിക്കുന്നവർ, അതിൽ സ്ഥാനവും മാനവും ലഭിക്കുന്നവരുമായിരിക്കും. മാമൂലുകളെ എതിർക്കും. അതുപോലെ പിതാവുമായിട്ടുള്ള സൗഹൃദം കുറവായിരിക്കും. പിതാവിൽ നിന്നുള്ള ഗുണങ്ങളും കുറവായിരിക്കും. പിതാവിനോട് സൗഹൃദക്കുറവ് പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി. ദൃഢമായ അഭിപ്രായം എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും. തനിക്ക് തൻ്റെതായ അഭിപ്രായം ഉണ്ടായിരിക്കും, അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. വിപരീതമായ പരിതസ്ഥിതികളെ തനിക്ക് അനുകൂലമാക്കിയെടുക്കും. ഏത് കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാലും വിപരീതമായ പരിതസ്ഥിതികൾ ഉണ്ടെങ്കിൽ ആലോചിച്ച് കണ്ട് അറിഞ്ഞ് ചെന്ന് നിന്ന് മനസ്സിലാക്കി അത് തനിക്ക് തീർത്തും അനുകൂലമാക്കിയെടുക്കുന്ന ഒരു പ്രത്യേകത ഈ നക്ഷത്രക്കാർക്ക് ഉള്ളതാണ്. അതുപോലെ മറ്റുള്ളവരെ അംഗീകരിക്കും. തൻ്റെ കൂടെയുള്ള കഴിവും യോഗ്യതയും ഉള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുവാനും മിടുക്കരായിരിക്കും. പ്രോത്സാഹിപ്പിക്കും, അംഗീകരിക്കും. യാതൊരുവിധ അസൂയൊന്നും ഇല്ലാതെ തൻ്റെ കൂടെ ഉള്ളവരെ ഉയർത്താൻ, അവരെ പരിരക്ഷിക്കാൻ ഒക്കെ ഒരു പ്രത്യേക താല്പര്യവും മനസ്സും ഉള്ള വ്യക്തികളാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ജീവിതത്തിൽ പൊതുവെ അടുക്കും ചിട്ടയുണ്ടാവും. പ്രവൃത്തിയിലും വാക്കിലും പരിസരത്തും ഒക്കെ നല്ല അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവരാണിവർ. സ്ഥിരോത്സാഹം ഉണ്ടാകും. സ്വതന്ത്രകാംക്ഷ. ഏത് കാര്യത്തിലും തൻ്റെ അഭിപ്രായം, തൻ്റെ ചിന്ത ഒക്കെ സ്വതന്ത്രമായി പ്രകടിപ്പിക്കുകയും അന്യരെ കൊണ്ടത് അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ. ഇനിയുടെ പോരായ്മകൾ പറഞ്ഞാൽ കടം, രോഗം, ഇതിലൊന്നും വലിയ ശ്രദ്ധ കാണത്തില്ല. സമ്പാദിക്കുക, ചെലവഴിക്കുക. സുഖലോലുപത ഉണ്ടായിരിക്കും. ചെലവ് കൂടിയിരിക്കും. വരവിന് അനുസരിച്ചുള്ള ചെലവായിരിക്കില്ല ഈ നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക വിഷയത്തിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് പരാജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഗുണങ്ങളൊന്നും കുറഞ്ഞിരിക്കും. ഈ പറഞ്ഞ കാര്യം കൊണ്ടാണ്. ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ ധനം ചെലവഴിക്കും. ചെലവ് കൂടും എന്ന് കൊടുക്കൽ വാങ്ങൽ കാര്യത്തിൽ കൃത്യത കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അത് ദോഷമായിട്ടും വരാം. സാമ്പത്തിക വിഷയത്തിൽ ഒരു കൃത്യത ഉള്ളവരായിരിക്കില്ല. പ്രായോഗികമല്ലാത്ത നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ പല കാര്യത്തിലും പരാജയം ഉണ്ടാകാം. അങ്ങനെയുണ്ട്. ഇങ്ങനെയാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ. ഇനി ഈ നക്ഷത്ര ജാതർ ജനിക്കുന്നത് കേതുവിൻ്റെ ദിശയിലാണ്. ഇവരെ സംബന്ധിച്ച് കേതുവിൻ്റെ ദിശയിൽ ഇവർ ജനിക്കുന്നു എന്നുള്ളത് കൊണ്ട് അരിഷ്ടതയുണ്ട്. 7 വർഷമാണ് കേതുവിന് പറഞ്ഞിരിക്കുന്നത്. അർത്ഥാംശം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഏകദേശം 3 വയസ്സ് വരെ കേതുവിൻ്റെ ദശയാണ്. ഈ 3 വയസ്സ് വരെയും ബാലാരിഷ്ടത ഉണ്ടായിരിക്കും. സ്ഥിരമായിട്ട് മൃത്യുഞ്ജയ ഹോമം ചെയ്യുക, കേതു ഗ്രഹത്തിന് വേണ്ട പൂജയും അത്രയും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതും അവരെ സംബന്ധിച്ച് നല്ലതാണ്. അതുപോലെ അരിഷ്ടത മാറാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിലും പൂജയും കാര്യങ്ങളും ചെയ്യുക. ബാലാരിഷ്ടത പരിഹാരമാണത്. 3 വയസ്സിന് ശേഷമുള്ള 20 ആണ്ടോളം ഇവർക്ക് ശുക്രന്റെ ദശയാണ്. ശുക്രൻ പൊതുവെ അവർക്ക് അനുകൂലമായിട്ടാണ് കണ്ടുവരുന്നത്.
20-23 വയസ്സ് വരെയും ശുക്രദശയാണ്. ആ ശുക്രദശാ കാലഘട്ടത്തിലാണ് ന്യായമായിട്ടുള്ള വിദ്യയും കാര്യങ്ങളും ഒക്കെ അനുഭവത്തിൽ വരുന്നത്. ആ ശുക്രദശാ കാലഘട്ടത്തിൽ സ്ഥിരമായി വെള്ളിയാഴ്ചകളിൽ അവർ ഗണപതിയെ ഭജിക്കുക, ഗണപതിയെ ആരാധിക്കുക, ഗണപതിക്ക് അർച്ചനയും വഴിപാടും ഒക്കെ ചെയ്യുക. അതുപോലെ ഭദ്രകാളിയും ആരാധിക്കുക, അതുപോലെ മഹാലക്ഷ്മിയെ ആരാധിക്കുക. ഈ 2 കാര്യം കൊണ്ടും അവരെ സംബന്ധിച്ച് അവർക്ക് അനുഭവത്തിൽ വരുന്ന വിദ്യാഗുണം, ഗണപതിയെ ആരാധിക്കുന്നതുകൊണ്ട് വിദ്യാഗുണം അനുഭവത്തിൽ വരും. അതുപോലെ മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതുകൊണ്ട് സ്വഭാവത്തിന്റെ ഗുണങ്ങൾ അനുഭവത്തിൽ വരും, ഐശ്വര്യവും കാര്യവും ലഭിക്കും. അപ്പോൾ ഗണപതിയെയും മഹാലക്ഷ്മിയെയും സ്ഥിരമായിട്ട് ആരാധിക്കുന്നത് മൂലം നക്ഷത്രക്കാർക്ക് ഏകദേശം 3 വയസ്സിന് മുകളിൽ 20-23 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഉയർച്ച നൽകുന്നതാണ്, വിദ്യാഗുണം നൽകുന്നതാണ്. അതിനുശേഷം 23 വയസ്സിന് മേലുള്ള 6 വർഷത്തോളം അവർക്ക് ആദിത്യ ദശയാണ്. ആദിത്യൻ അവർക്ക് ചന്ദ്രാൽ 9ാം ഭാവാധിപതിയാണ്, ഭാഗ്യഗുണാദികൾക്ക് നൽകേണ്ടതാണ്. അവർ ആദിത്യ ഗ്രഹത്തെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ അവർ സ്ഥിരമായി ശിവനെ ആരാധിക്കാം, ശിവപൂജ ചെയ്യുക, ശിവന് ഭാഗ്യസൂക്ത മന്ത്രം ജപിച്ചുള്ള അർച്ചന എല്ലാ തിങ്കളാഴ്ചയും ചെയ്യുന്നതും 10 നാൾ തോറും ചെയ്യുന്നതും അവർക്ക് ഭാഗ്യാനുഭവങ്ങൾക്ക് 23-29 വയസ്സിനകത്തുള്ള അവരെ സംബന്ധിച്ചുള്ള കർമ്മഗുണം, ജോലി സംബന്ധമായ ഗുണങ്ങൾ, അതുപോലെ കുടുംബജീവിതത്തിന്റെ ഗുണങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നതിന് ശിവന് ഭാഗ്യസൂക്ത മന്ത്രജപത്തോടുകൂടി സ്ഥിരമായി തിങ്കളാഴ്ച ശിവനെ ആരാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ്, നല്ല ഫലം നൽകുന്നതാണ്. ശേഷം 29 വയസ്സിന് ശേഷം 39 വയസ്സ് വരെ അവരെ സംബന്ധിച്ച് മൂലം നാളുകാർക്ക് ചന്ദ്രാൽ അഷ്ടമരാശിയുടെ അധിപനായ ചന്ദ്രന്റെ ദശയാണ്. ആ കാലഘട്ടം തീർത്തും അനുകൂലമായിരിക്കുമെന്ന് പറയാനൊക്കത്തില്ല. മാനസികമായ സംഘർഷങ്ങളും ക്ലേശങ്ങളും ഒക്കെ വരാൻ സാധ്യത ഉള്ളതാണ്. അപ്രതീക്ഷിതമായ സ്ഥാന നഷ്ടങ്ങളും സാധ്യതയുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ദുർഗാ ഭഗവതി ആരാധിക്കാം. ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമില്ല എന്നുണ്ടെങ്കിൽ ഭദ്രകാളിയെ, പൊതുവെ ദുർഗയെ ആരാധിക്കുന്നതാണ് കൂടുതൽ ഗുണം. സ്ഥിരമായി തിങ്കളാഴ്ചകളിൽ ദുർഗയ്ക്ക് ലളിതാ സഹസ്രനാമ ജപത്തോടുകൂടി അർച്ചനയും വഴിപാടും ചെയ്ത് ദുർഗയെ ആരാധിക്കുന്നത് 29 വയസ്സിന് മുകളിൽ 39 വയസ്സ് വരെയുള്ള ചന്ദ്രദശാ കാലഘട്ടത്തിലെ മാനസികമായ പോരായ്മകളും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരാൻ സാധ്യതയുള്ള പോരായ്മകളും മാറ്റി സൗഖ്യത നൽകാൻ ഏറ്റവും ഉത്തമമാണ്. ശേഷം ഉള്ള 7 ആണ്ടോളം 45-46 വയസ്സോളം കുജന്റെ ദശയാണ്. കുജൻ പൊതുവെ അവർക്ക് അനുകൂലമാണ്. ആ കുജദശാ കാലഘട്ടത്തിൽ അവർ സുബ്രഹ്മണ്യനെയാണ് ആരാധിക്കേണ്ടത്. സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യന് വിശേഷാൽ അഭിഷേകവും അർച്ചനയും നടത്തി സുബ്രഹ്മണ്യന് പൂജ നടത്തുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിന്റെ സൗഖ്യത, അവരുടെ ലഗ്നാൽ 5ാം ഭാവാധിപതിയാണ്. 5ാം ഭാവം കൊണ്ട് സ്ഥാനമാനങ്ങളെയും പറയാം. സ്ഥാനമാനങ്ങൾക്ക് ഗുണം ഉണ്ടാകും, അതുപോലെ സന്താനങ്ങൾക്കും ഗുണമുണ്ടാകും, സന്താനങ്ങളുടെ സൗഖ്യതയും ഉണ്ടായി വരും, മനസ്സിനും സന്തോഷമുണ്ടാകും. 39 വയസ്സിന് ശേഷമുള്ള 7 ആണ്ടോളം മൂലം നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത് കൊണ്ട് ശേഷം 18 വർഷത്തോളം 63-64 വയസ്സോളം സംബന്ധിച്ച് രാഹുവിന്റെ ദശയാണ്. രാഹു പൂർണ്ണമായിട്ടും നല്ലതല്ല. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കുറയും, സാമ്പത്തിക വിഷയം ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. അവർ സ്ഥിരമായി ദേവിയെ ആരാധിക്കുക, ഭദ്രകാളിയെ ആരാധിക്കുക, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ. അതിനോടൊപ്പം സർപ്പപൂജ ചെയ്യുന്നതും വിശേഷമാണ്. എല്ലാ ആഴ്ച ദിവസങ്ങളിലും 10 നാൾ തോറും സർപ്പത്തിന് അഭിഷേകാദി അർച്ചനകൾ നടത്തി സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വർഷത്തിലൊരിക്കൽ മഹാസർപ്പക്ഷേത്രങ്ങളിൽ 100 പാലും നടത്തി സർപ്പങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതായ വിശേഷമായ നിവേദ്യങ്ങളും അഭിഷേകവും നടത്തി വിശേഷമായി ആരാധിക്കുന്നതും അവർക്ക് വളരെ ഗുണം നൽകും. മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഏകദേശം 45 വയസ്സ്, 45-46 വയസ്സിന് ശേഷം 50-64 വയസ്സോളം ഉള്ള കാലഘട്ടത്തിൽ സർപ്പാരാധന പ്രധാനമായി ചെയ്യേണ്ടതാണ്. അതിനുശേഷം അവർ അനുഭവിക്കുന്നത് വ്യാഴദശയാണ്. വ്യാഴം പൊതുവെ അവർക്ക് ഗുണമാണ്. ആ വ്യാഴദശാ കാലഘട്ടത്തിൽ ശാരീരിക വൈഷമ്യ സൗഖ്യത, ശാരീരികമായ വൈഷമ്യങ്ങൾ മാറി സൗഖ്യത ലഭിക്കുന്നതിന് വേണ്ടി വിഷ്ണുവിന് ധന്വന്തരി മന്ത്രാർത്ഥന നടത്തി ആരാധിക്കുക. മഹാവിഷ്ണുവിന് ധന്വന്തരി മന്ത്രം ജപിച്ചുള്ള അർച്ചനയും പൂജയൊക്കെ നടത്തി ആരാധിക്കുന്നത് ശരീര സൗഖ്യതയ്ക്ക് നല്ലതാണ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന മൂലം നക്ഷത്രത്തിന്റെ രാശ്യാധിപതി വ്യാഴവും നക്ഷത്രാധിപതി കേതുവുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലവും അവർ വിഷ്ണു ഭജനം നടത്തുന്നത്, ഇനി 1 വയസ്സ് മുതൽ അവരുടെ ജീവിതാവസാനം വരെയും സ്ഥിരമായിട്ട് വിഷ്ണുവിനെ ആരാധിക്കുന്നത് ശരീരത്തിന്റെ സ്വസ്ഥതയ്ക്കും കീർത്തിക്കും ഏറ്റവും നല്ലതാണ്. അതുപോലെ കേതു ഗ്രഹത്തിനെയും എല്ലാ കാലവും ആരാധിക്കുന്നതും അവരെ സംബന്ധിച്ച് അവരുടെ പൊതുവായ മനസ്സന്തോഷത്തിനും കർമ്മത്തിന്റെ ഗുണത്തിനും നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പൊതുവെ മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അവരുടെ ഒരുപാട് പോരായ്മകൾ മാറി ഗുണം അനുഭവത്തിൽ വരുന്നതാണ്. ഇനി മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ
ഒഴിവാക്കേണ്ടതായ നക്ഷത്രങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അവർ ജനിച്ചതിൻ്റെ 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും നക്ഷത്രങ്ങളായിട്ടുള്ള ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി. 3-ാം നാളായിട്ടുള്ള ഉത്രാടം, 5-ാം നാളായിട്ടുള്ള അവിട്ടം, 7-ാം നാളായിട്ടുള്ള പൂരുരുട്ടാതി. ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്ര ദിനങ്ങളിൽ ഈ മൂലം നക്ഷത്രക്കാർ അവരുമായി ബന്ധപ്പെട്ടുള്ള മംഗളകർമ്മങ്ങൾ സകലതും വർദ്ധിക്കുക, നൂതന സംരംഭങ്ങളും വർദ്ധിക്കുക. ഈ പറഞ്ഞ 3 നാളിലും ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി തുടങ്ങിയ 3 നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ സൗഹൃദാദി കാര്യങ്ങളും ഒഴിവാക്കുന്നത് പൊതുവെ നല്ലതാണ്. സ്ത്രീകൾ ഈ പറഞ്ഞ 3 നാളിൽ ജനിച്ച പുരുഷന്മാരുമായിട്ടുള്ള വിവാഹ ബന്ധവും ഒഴിവാക്കേണ്ടതാണ്. ഈ പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്രക്കാര് സ്വന്തം കുടുംബത്തിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ അത് അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയ ബന്ധമാണ് ഇവരുമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോരായ്മകൾ അങ്ങനെ അനുഭവത്തിൽ വരുമെന്ന് പറയേണ്ട. രക്തബന്ധത്തിന്റെ ഫലം വേറെയാണ്. അങ്ങനെയുള്ളവരെ ഒഴിവാക്കണമെന്ന് ഞാനിവിടെ പറയുന്നില്ല. പുറമേയുള്ള ആൾക്കാരുമായിട്ടുള്ള സൗഹൃദം വരുമ്പോൾ ഈ പറഞ്ഞ 3 നക്ഷത്രക്കാരെ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി അവരെ ഒഴിവാക്കേണ്ടതാണ്. ഇനി പുരുഷന്മാരെ സംബന്ധിച്ച് അവർ ജനിച്ചതിൻ്റെ 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും നാളിൽ ജനിച്ച സ്ത്രീകളുമായിട്ടുള്ള വിവാഹബന്ധം ജാതക പൊരുത്തവും കൂടെ നോക്കിയിട്ട് മാത്രം വേണമോ വേണ്ടിയും തീരുമാനിച്ചാൽ മതി. നിർബന്ധമായിട്ട് ഒഴിവാക്കണമെന്ന് പറയുന്നില്ല. സ്ത്രീകൾക്ക് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും മൂലം നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോ ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കാണും, ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വർക്കല സ്വസ്തി ജ്യോതിഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.